എത്രയാണ് ഇതിന്റെ റേറ്റ്? രണ്ടിനും ഒരേ റേറ്റ് ആണോ അതോ വ്യത്യാസമുണ്ടോ? സാറ് ചോദിച്ചു കേട്ടില്ലേടി? നിന്റെയൊക്കെ മിണ്ടാട്ട് മുട്ടിപ്പോയോ? ഇളയവക്ക് 2000 മൂത്തവക്ക് 1500 എന്നാ മങ്കമ്മ പറയുന്നത്. അതിൽ നിന്ന് 500 രൂപ മങ്കമ്മ കമ്മീഷനായിട്ട് എടുക്കും. ഇവര് പറഞ്ഞതൊക്കെ കള്ളവാ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പട്ടാപ്പകല് ക്ലാസ് കട്ട് ചെയ്ത് മങ്കമ്മയുടെ താവളത്ത് പോയത് തെറ്റ് ചെയ്യാനല്ലെങ്കിൽ പിന്നെ എന്തിനാടി? ചോദിക്കാതെ രണ്ടെണ്ണം പൊട്ടിക്കാ വേണ്ടത് സാറേ. പൊട്ടിക്കേണ്ടത് ഇവളുമാരെയല്ല, ഇവളുമാരെ വളർത്തിയിട്ട് വിൽക്കാനയക്കുന്ന തള്ളേം തന്തയോ. ഞങ്ങൾ മാന്യമായിട്ട് തന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്നോടി. മക്കളെ കണ്ടവന്റെ നിരങ്ങ വിട്ടിട്ടാണോ മാന്യമായി ജീവിക്കുന്നത്? സാർ, എന്താണോ ഈ കുട്ടികളുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ഞാൻ വരുന്നു. രണ്ടിനെ മറ്റന്മാരുടെ കൂടെ സെല്ലിട്ടെ. ശരി സാർ. ആരാ? എനിക്ക് എന്റെ മക്കളെ കാണണം. ഒരിക്കലും അവര് തെറ്റ് ചെയ്യില്ല. എനിക്കറിയില്ല എന്റെ മക്കളെ. മിസ്റ്റർ, വെറുതെ കിടന്ന് കുറയ്ക്കാതെ നിങ്ങൾ ആരാന്ന് പറയണം. ഞാൻ രാജശേഖര മേനോൻ, കോളേജ് പ്രൊഫസറാ. ഓ, ഇപ്പൊ മനസ്സിലായി. അകത്ത് കിടക്കുന്നവളുമാരുടെ തന്തപ്പടി. മക്കളെ അന്വേഷിച്ച് വന്നാവും അല്ലേ? അതെ സർ. എന്തിനാ എന്റെ മക്കളെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയണം. പറയാം പ്രൊഫസറെ, ഒക്കെ വിശദാക്കാം. കോളേജ് പ്രൊഫസറാകുമ്പോ ഇരിക്കാൻ കസേര വലിച്ചിട്ട് തരണ്ട. പക്ഷേ ഇപ്പൊ കസേര വലിച്ചിട്ട് തരാനല്ല, പകരം കരണക്കുറ്റി നോക്കി ഒരെണ്ണം തരാൻ എനിക്ക് തോന്നുന്നത്. കോളേജ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഗുരു എന്നാണോ അതോ പിമ്പെന്നാണോ? ഇനി മറ്റു വല്ല പേരുണ്ടോ? സാർ, കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം സാർ. താനാരാ? ലെക്ചറാ. പ്രൊഫസർ പഠിപ്പിക്കുന്ന അതേ കോളേജിൽ തന്നെയാ. ആഹാ, വാദ്യന്മാര് കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുകയാണല്ലോ. കോളേജിന്റെ മതിൽ ചാടി അവളുമാർ അഴിഞ്ഞാടാനായി പോയപ്പോ അന്വേഷിക്കാതെ ഇപ്പൊ വന്നിരിക്കുന്നു. മക്കളെ തിരക്കി. സാർ, എന്റെ കുട്ടികൾ ഒരു തെറ്റും ചെയ്യില്ല. എനിക്ക് എന്റെ മക്കളെ കാണണം. പ്ലീസ്, ഒരു അച്ഛന്റെ വേദന സാറ് മനസ്സിലാക്കണം. ഏതോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായി അറസ്റ്റ്. അതുറപ്പാ. അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. അതിനുമുമ്പൊരു ചോദ്യം. മക്കൾ 1000 2000 ഒക്കെ സമ്പാദിച്ചു കൂട്ടുമ്പോ എത്രയാ പ്രൊഫസറുടെ കമ്മീഷൻ? ജനിപ്പിച്ച പിതാവിന്റെ കമ്മീഷൻ എത്രയാന്ന് എന്റെ ചോദ്യം. കാര്യത്തിന്റെ സത്യസ്ഥിതി അറിയാതെ ഒരാളെ ക്രൂശിക്കരുത് സാർ. ക്രൂശിക്കും. ഇത്തരം തന്തമാരെ ക്രൂശിക്കുന്നതിലെ ഒരു പാവം ഞാൻ കാണുന്നില്ല. ക്ലാസ് ടൈമിൽ കുട്ടികളെ ക്യാമ്പസിന് പുറത്ത് വിടുന്ന തന്ത, കോളേജ് അധ്യാപകൻ. ഇത്തരം ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന കോളേജിന്റെ സ്ഥിതി എന്തായിരിക്കും? പുതിയ തലമുറ ക്രിമിനൽ സ്വഭാവം കാട്ടുന്നുണ്ടെങ്കിലേ അതിന് മുക്കാലി കെട്ടി അടിക്കേണ്ട ഇത്തരം ഗുരുക്കന്മാരെയാണ്. സ്റ്റേഷനിൽ കണ്ണീര് വീഴ്ത്തിട്ട് ഒരു കാര്യമില്ല. കണ്ണീരൊപ്പാനിട്ട് ആരും വരികയില്ല.
പെൺമക്കളെ വ്യഭിചാരശാലയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മനസ്സമാധാനത്തോടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകനെ സമൂഹത്തിന് തന്നെ ഒരു ശാപാടോ. നിങ്ങൾക്ക് എന്തും പറയാം, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. പക്ഷെ മോനെ, ഈ വാർത്ത അറിഞ്ഞ് കോളേജിൽ നിന്ന് ഇവിടം വരെ ഹൃദയം പൊട്ടുന്ന വേദനയോടെ യാത്ര ചെയ്തു വന്ന ഒരു അച്ഛൻ്റെ മനസ്സെന്താണെന്ന് അവൻ മനസ്സിലാക്കണം. സത്യം എന്താണെന്ന് അറിയാനല്ല എനിക്കിപ്പോ വ്യഗ്രത, എൻ്റെ കുഞ്ഞുങ്ങളെ കാണാനാ. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരെ ഒന്ന് കാട്ടിത്തരൂ. ജയ, യെസ് സാർ. ഇങ്ങനെ ആ പിള്ളേരെ ഒന്ന് കാണിച്ചു വരൂ. മക്കളെ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. ഞങ്ങള് വെറുതെ പിടിച്ചോണ്ട് വന്നതാ. ഞങ്ങൾക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഞങ്ങള് വിടാൻ പറയച്ച വിടാൻ. അഡ്വക്കേറ്റ് ഇപ്പോൾ എത്തും. മക്കള് പേടിക്കണ്ട. ശിവ, താനിവിടെ? ഇയാളെ ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. ശിവ, അച്ഛനോട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാന്ന് പറയച്ചനോട്. എന്തിനാണ് ഞങ്ങളോട് ചതി ചെയ്തെന്ന് പറയടാ. ആ മതി മതി, വന്നേ. അച്ഛാ, 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 അച്ഛാ. ജയ, സാർ. ഇറക്കി വിടാവോ വരെ. ശരി സാർ. ജാമ്യം കിട്ടി. ഇനി 2 ദിവസത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം. നമുക്ക് പോവാം മക്കളെ. ചെല്ലേ. എടോ, എന്താണ് ഇതൊക്കെ? മുഹൂർത്തേട്ടാ, എന്താണ്? എന്ത് പറ്റിടോ നമ്മുടെ കുട്ടികൾക്ക്? പറയടോ. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ആർത്തിയോടെ നോക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ മക്കളെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. മുഹൂർത്തേട്ടൻ ഓട്ടോയിൽ വന്നത് ഭാഗ്യം. വാ, നിങ്ങൾ ഇങ്ങോട്ട് കയറ്. ചെല്ലുമോളെ. വലിയ ഉപകാരം. പോട്ടെ. ആ ശരി. ഈശ്വര, ആർക്കും ഒന്നും വരുത്തരുതേ.
എന്താടോ ഇത്? താൻ കുട്ടികളൊക്കെ കഷ്ടായാലോ? ലാഭനഷ്ടങ്ങൾ ജീവിതത്തിൽ പതിവാണ്. രണ്ടും ഒരേ ലാഘവത്തോടെ എടുത്താലേ പിടിച്ചു വെക്കാൻ കഴിയൂ. ഇത് കുടിക്കേ. വേണ്ട, എനിക്കിപ്പോ ഒന്നും ഇറങ്ങില്ല. മക്കളുടെ മരണം മാതാപിതാക്കൾക്ക് തീർത്താ തീരാത്ത നഷ്ട. ചിലപ്പോൾ കുറെ കാലത്തേക്ക്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ആ വേദന നിലനിന്നു വരും. പക്ഷേ വ്യഭിചാരക്കുറ്റത്തിന് അറസ്റ്റിലായ മക്കളെയും കൂട്ടി സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഒരു പിതാവിൻ്റെ വേദന അതിലൊക്കെ എത്രയോ അപ്പുറ. ജീവിതത്തിൽ കൊടും പാപം ചെയ്തവർക്ക് മാത്രമേ ഇത്തരൊരു വിധി ഉണ്ടാവൂ. അത്രയ്ക്ക് എന്ത് പാപമാണ് ഞാൻ ചെയ്തതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല മോന്തേട്ടാ. ഞാൻ തെറ്റൊന്നും ചെയ്യാറില്ലല്ലോ. എൻ്റെ മക്കളും പാവങ്ങളല്ലേ. എന്നിട്ടും എന്താ ഇങ്ങനെ? വന്നു ഭവിച്ചതിനെ കുറിച്ച് ഓർക്കാതിരിക്കണോ? കണ്ടതൊക്കെ സ്വപ്നമല്ല, സത്യമാണ്. അതുകൊണ്ട് മായ്ച്ചാ പോയില്ല. ഇനി താൻ മക്കൾക്ക് ധൈര്യം കൊടുക്കുക വേണ്ടത്. ഒരു കാരണവശാലും കുട്ടികളെ ഇതിൻ്റെ പേര് വഴക്ക് പറയാൻ പാടില്ല. വ്യഭിചാരക്കുറ്റത്തിന് അറസ്റ്റായവരെ സമൂഹം കുറ്റപ്പെടുത്തും, ബന്ധുക്കളും പരിചയക്കാരും കുറ്റപ്പെടുത്തും. ഇത്തരമൊരു വാർത്ത കേൾക്കാനായി കാത്തുകെട്ടി കിടക്കുന്നവരാ നമുക്ക് ചുറ്റും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരതൊക്കെ സഹിച്ചെന്ന് വരും. പക്ഷേ ജന്മം നൽകിയ മാതാപിതാക്കൾ തള്ളിപ്പറഞ്ഞ, നമ്മൾ ദാനം നൽകിയ ജീവൻ തന്നെ അവരില്ലാതാക്കിയെന്ന് വരും. ഇല്ല മോന്തേട്ടാ, എൻ്റെ മക്കൾ ഒരു തെറ്റും ചെയ്യില്ല. ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ അവരെ തള്ളി പറയില്ല. പക്ഷേ കുറ്റബോധത്തോടെ എന്നെ നോക്കുന്ന എൻ്റെ കുട്ടികളുടെ മുഖം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ മുകുന്ദേട്ടാ. ശാരദ വിവരം അറിഞ്ഞിട്ടുണ്ടാവോ? ഉണ്ടെങ്കിൽ എന്താവോ അവളുടെ അവസ്ഥ? എങ്ങനെ ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും? ഉള്ളില് തീയാണ്, അതോടൊപ്പം മറ്റുള്ളവരുടെ മനസ്സിലെ തീയും അണയ്ക്കണം. വല്ലാത്തൊരവസ്ഥയായി പോയി. താനിങ്ങനെ നെർവസാവാതെ നമുക്കുടനെ വീട്ടിലേക്ക് വിളിക്കാം. അപ്പൊ ശാരദ വിവരം അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയാലോ. വാ വാ. ഇത് കുടിക്കും മക്കളെ. ഞങ്ങൾക്ക് വേണ്ട മൂന്തമാമ. പെൺകുട്ടികൾക്ക് ഇത്ര തന്റെ ഇടമില്ലാണ്ടായി പോയാലോ? ചെയ്യാത്ത കുറ്റത്തിനാണ് നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സത്യം ഇന്നോ നാളെ തെളിയും. പിന്നെന്തിനാ ഇങ്ങനെ വേദനിക്കുന്നത്? ഇത് കുടിച്ചേ. അതെ മക്കളെ, നിങ്ങൾ ചായ കുടിക്കേ. കുടിക്കും മക്കളെ. ഹലോ, ഞാനാ ശാരദേ, മുകുന്ദേട്ടൻ. മുകുന്ദേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. മാഷും കുട്ടികളും ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ലൈബ്രറി പോയാൽ ഇത്രയും വൈകാറുള്ളതല്ല. പിന്നിതെന്ത് പറ്റിയോ എന്തോ. ഒന്നും പറ്റിയിട്ടില്ല. അവരെന്റെ അടുത്തുണ്ട്. ലൈബ്രറിയിൽ നിന്ന് മടങ്ങുന്ന വഴി ഇവിടെ കയറി. ഓ, ആശ്വാസമായി. ഇത്രയും നേരം മുള്ളുമേ നിൽക്കുകയായിരുന്നു. 3 പേരും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. അവരെ പുറപ്പെട്ടു കഴിഞ്ഞു. ഭാഗ്യം, ശാരദ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ ആശ്വാസം താൽക്കാലികമാ. പത്രത്തിൽ വാർത്ത വന്ന സ്ഥിതിക്ക് ആരുടെയെങ്കിലും നാവിന്ന് ശാരദ ഇതറിയും. പോരാത്തതിന് കുട്ടികൾ അമ്മയെ കാണുമ്പോൾ വാവിട്ട് നിലവിളിച്ചെന്നും വരും.
കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഏതായാലും ഇന്ന് ഈ രാത്രി ശാരദയൊന്നും അറിയാൻ പോകുന്നില്ല. നേരം പുലരുന്നതിന് മുമ്പ്, ആരെങ്കിലും കാര്യം അന്വേഷിച്ചു വരുന്നതിന് മുമ്പ് ശാന്തമായി ഒക്കെ ശാരദ അറിയിക്കണം. ഞാനിങ്ങനെ ശാരദയോട് ഇത് പറയും? ശാരദ എങ്ങനെ അത് ഉൾക്കൊള്ളും? മക്കളെ ആശ്വസിപ്പിച്ച് തന്നെ മതിയായി മുകുന്ദേട്ട. ഇനി അവളെ കൂടി സിറ്റുവേഷൻസ് ഫേസ് ചെയ്തില്ലേ മതിയാവും. എന്നെ കുടുംബത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുമ്പോൾ ഒക്കെ ഉള്ളിൽ ഒതുക്കേണ്ടത് ഗൃഹനാഥൻ തന്നെയാ. എന്നാലും ഇതല്പം കൂടിപ്പോയി മുകുന്ദേട്ട. ലോക്കപ്പിൽ എന്റെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോ നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്നു പോയെങ്കിലും തോന്നിപ്പോയി. എന്തിനു ദൈവം ഇങ്ങനെയൊരു ശിക്ഷ എന്റെ കുട്ടികളോട്? വയ്യ മുകുന്ദേട്ട, ഒക്കെ ഉള്ളിലൊതുക്കി വയ്യ. തനിക്കൊപ്പം ഞാനില്ലേടൂ, പിന്നെന്തിനാ താൻ വേദനിക്കുന്നേ? സമൂഹത്തിൽ മാന്യത കൂടിപ്പോയതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ തീരെ നിന്നത്. ഒരിക്കലും നമ്മളെ ന്യായവും സത്യവും തേടി യാത്ര ചെയ്യരുത് മുകുന്ദേട്ട. നേരും നെറിയും കൂടുമ്പോ ചതിയും വഞ്ചനയുമൊക്കെ നമുക്ക് മരണതുല്യമായി തോന്നും. എന്റെ കുട്ടികളെ ചതിച്ചത് തന്നെയാ. ആ ചതിക്ക് ചുക്കാൻ പിടിച്ചത് അലക്സാണ്ടറും അയാളുടെ പണം തിന്നുന്ന പോലീസും. അതുകൊണ്ടാ വാർത്ത ഇത്ര പെട്ടെന്ന് പത്രത്തിൽ അച്ചടിച്ചു വന്നത്. എന്നിട്ടത് കോളേജിൽ വിതരണം ചെയ്തിരിക്കുന്നു. അയാളുടെ മകനെ ശിക്ഷിച്ചതിന് എനിക്ക് തന്ന പാരിതോഷികം. ശാന്തനായി എന്റെ ഉമ്മറത്ത് വന്നു നിന്ന് സംസാരിച്ചിട്ട് പോയത് ഇങ്ങനൊരു ക്രൂരത ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാ. അയാളുടെ മനസ്സെന്താണെന്ന് അറിയാൻ പോയി. ശത്രു മിത്രമായി അടുത്ത് കൂടുമ്പോൾ കരുതിക്കോണം, അടുത്ത് സംഭവിക്കാൻ പോകുന്ന എന്തോ ആപത്താണെന്ന്. ഇതൊക്കെ ഞാൻ മേനോട് നേരത്തെ സൂചിപ്പിച്ചതാ. തിന്മയിലൂടെ വലിയവനായവന് മറ്റൊരു തിന്മ ചെയ്യാൻ ആരുടെ അനുവാദം കാത്തുകിടക്കേണ്ട കാര്യമില്ല. അലക്സാണ്ടർ മകൻ ജയിലിൽ കിടക്കും. ഇന്നോ നാളെയോ അവൻ ജയിൽ മുക്തനാവും. പക്ഷേ നമ്മുടെ കുട്ടികൾക്കുണ്ടായ മാനക്കേട്, അതിൻ്റെ അലകൾ കെട്ടിറങ്ങാൻ എത്ര വർഷമെടുക്കും? കണക്ക് കൂട്ടി തന്നെ അലക്സാണ്ടർ പകരം വീട്ടി. കേസിൽ നിന്ന് പിന്മാറാൻ ശാരദ എന്റെ കല്യാണിയും കാല് പിടിച്ചു പറഞ്ഞതാ. ആദർശവാദിയായി എനിക്ക് അപ്പോൾ അതിന് തോന്നുവോ? എന്നിട്ട് ആദർശത്തെ രക്ഷിക്കാൻ ഇപ്പൊ ആരാ ഉള്ളത്? ആരുമില്ല. ചങ്കില് കത്ത് കയറിയാലും മരണപ്പെട്ടാലും നമ്മൾ മിണ്ടാൻ പാടില്ല മുകുന്ദേട്ട. ഒക്കെ സഹിച്ചുകൊണ്ട് 4 ചുവരിനുള്ളിൽ ചടഞ്ഞുകൂടുന്നതാ നല്ലത്. പ്രതികരിച്ചാൽ നരകതുല്യമായ കഷ്ടപ്പാട് പിന്നീട് അനുഭവിക്കേണ്ടി വരും. മനസ്സിലായി. ഇപ്പൊ എനിക്കത് മനസ്സിലായി. ഇനിയിപ്പോ എന്താ? വ്യഭിചാരക്കുറ്റത്തിന് അറസ്റ്റിലായി കഴിഞ്ഞ മക്കളെ മാറോടണച്ച് നടക്കാം. അല്ലാതെ എന്താ ചെയ്യുക? വരൾച്ച മൂലം കേരളത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന് പുതിയ കേന്ദ്ര സംഘത്തെ അയക്കുമെന്ന് കൃഷിമന്ത്രി ലോക്സഭയിൽ വെളിപ്പെടുത്തി. കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. തലസ്ഥാന നഗരിയിലെ ഒരു വീട്ടിൽ നടന്ന റെയ്ഡിൽ കോളേജ് പ്രൊഫസറുടെ മക്കളടക്കം 5 പേരെ വ്യഭിചാരക്കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. സെന്റ് മൈക്കിൾസ് കോളേജിലെ പ്രൊഫസറായ രാജശേഖര മേനോന്റെ മക്കളാണ് പോലീസ് കസ്റ്റഡിയിലായ കല്യാണിയും ദേവയാനിയും. ദേശീയവൃത്തിക്ക് പല പ്രാവശ്യം അറസ്റ്റിലായ മങ്കമ്മ എന്ന സ്ത്രീക്കൊപ്പമാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. ഒക്കെ അടക്കണം. അമ്മയുടെ മുമ്പിൽ ഒന്നും സങ്കടപ്പെടരുത്. അതിന് ഞങ്ങൾക്ക് കഴിയില്ല അച്ഛ. അമ്മയെ കാണുമ്പോ അറിയാതെ എപ്പോഴായാലും അമ്മ അറിയില്ല അച്ഛ. അറിയും. പക്ഷേ അറിയാതെ കഴിയുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ അമ്മ ആശ്വസിച്ചോട്ടെ മക്കളെ. വണ്ടി നിർത്തി. എടോ ശാരദ. ശാരദ എവിടെ? ശാരദേ,